ഹായ്, എല്ലാവർക്കും ഗാഥ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതൊരു റെസിൻ ആർട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു റെസിൻ ആർട്ട് വർക്കാണിത്. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം റെസിനും അതുപോലെ 50 ഗ്രാം ഹാർഡ്നറുമാണ്. 2:1 മിക്സിംഗ് റേഷ്യോ വരുന്ന റെസിൻ ആൻഡ് ഹാർഡ്നറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചില ബ്രാൻഡ്സ് 3:1 അവൈലബിൾ ആണ്. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത് നമ്മുടെ മെഷറിംഗ് കപ്പാണ്, 15 ml മെഷറിംഗ് കപ്പാണിത്. എത്ര ഹാർഡ്നർ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി നമ്മൾ റെസിൻ ഉപയോഗിക്കേണ്ടതാണ്. ആദ്യം തന്നെ ഞാൻ 10 ml റെസിനാണ് അളന്നെടുക്കുന്നത്. ഞാനത് 2 തവണയായിട്ട് 5 ml വീതമാണ് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ 2 പ്രാവശ്യം 5 ml വീതം ടോട്ടൽ 10 ml റെസിൻ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാനിവിടെ എടുക്കുന്നത് ഹാർഡ്നറാണ്. അപ്പോൾ നമ്മൾ എത്ര റെസിൻ എടുത്തോ അതിൻ്റെ നേർപകുതിയാണ് ഹാർഡ്നർ എടുക്കേണ്ടത്. അപ്പോൾ 5 ml ഹാർഡ്നറാണ് ഞാനിനി ഇവിടെ അളന്നെടുക്കാൻ പോകുന്നത്. റെസിനും ഹാർഡ്നറും നമ്മൾ അളന്നെടുക്കുമ്പോൾ അത് കറക്റ്റ് റേഷ്യോ തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റേഷ്യോ മാറിപ്പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് ഇത് സെറ്റായി കിട്ടുകയില്ല. അപ്പോൾ ഞാൻ എന്താ ഹാർഡ്നറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഹാർഡ്നറും റെസിനും കൂടെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് വീഴാതിരിക്കാനാണ് നമ്മൾ ഇത്ര സ്ലോ ആയിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹാർട്ട് ഷേപ്പിലുള്ളൊരു റെസിൻ മോൾഡാണ്. ഈ പേനയുടെയൊക്കെ ബാക്ക് സൈഡിലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമില്ലേ, ഞാനതാണ് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ മോൾഡ് ചെയ്യുമ്പോഴത്തെ അത്രയും ഭാഗം ഒരു ഹോളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ ഒരു മാല എടുത്തിട്ട് ഞാൻ ഇതിനകത്തെ ഹാർട്ട് ഷേപ്പിലുള്ള ആ മുത്തുകളെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ നടുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അത് നമുക്ക് അറിയാവുന്ന രീതിക്കൊന്ന് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള സ്റ്റുഡിയോയിലോ മറ്റോ കൊണ്ട് അവരോട് ചോദിക്കുക, നമുക്കിങ്ങനെ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് കിട്ടണം, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പ്രിൻ്റ് എടുപ്പിച്ചൊരു ഫോട്ടോയാണിത്. ഇതിനകത്ത് രണ്ടാമത്തെ ഫോട്ടോ ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് ഞാനിവിടെ ഹാർട്ട് ഷേപ്പിലുള്ള റെസിൻ മോൾഡിൻ്റെ നടുക്കായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് നോക്കുകയാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഗോൾഡൻ ബീഡ്സ് ആണ്. ഇനി നമ്മുടെ ഈ സിലിക്കൺ മോൾഡിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെസിൻ ഹാർഡ്നർ മിക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതെല്ലായിടത്തും നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആദ്യം തന്നെ ഒരു തിൻ ലെയർ റെസിൻ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോ അതിങ്ങനെ തിരിച്ച് വെച്ച് അവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ബാക്കി വന്ന റെസിൻ ഹാർഡ്നർ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കോ മറ്റോ ഉപയോഗിച്ചിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് ഈവനായിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ കുറച്ച് ബീഡ്സൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ബീഡ്സ് മാത്രമല്ല, നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്ന എന്തൊരു കാര്യവും ഈ ഒരു അവസരത്തിൽ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുള്ള ഹാർട്ട് ഷേപ്പിലുള്ള 2 മുത്തുകളും ഞാനിവിടെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. 24 മണിക്കൂറാണ് ഇതിൻ്റെ സെറ്റിംഗ് ടൈം. ഇതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഈ ഒരു സാധനം ഇവിടുന്ന് അടത്തി മാറ്റാം. ഇപ്പോൾ ഇവിടെ ഒരു ഹോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടി ഞാൻ വീണ്ടും ഒരു 15 ml റെസിൻ ഹാർഡ്നർ മിക്സ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 ml റെസിനും 5 ml ഹാർഡ്നറുമാണിത്. എന്നിട്ട് ഞാനിതിൻ്റെ നേർപകുതി മറ്റൊരു പേപ്പർ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു അക്രിലിക് പെയിൻ്റാണ്, വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ്. ഞാൻ കുറച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബബിൾസ് വീഴാത്ത രീതിക്ക് വളരെ സാവകാശം വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ മോൾഡിൻ്റെ പകുതി ഭാഗത്തോളം ഞാൻ ഈ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് മിക്സ് ചെയ്ത ഭാഗമാണ് നിറയ്ക്കുന്നത്. ഇനി ബാക്കി വരുന്ന റെസിൻ്റെ മിക്സിലേക്ക് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഗോൾഡൻ മൈക്ക പൗഡറാണ്. ഇതെനിക്ക് അതേ റെസിൻ കിറ്റിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ്.
വളരെ കുറച്ച് പോർഷൻ മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. വളരെ പതുക്കെയാണ് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു ഗോൾഡൻ റെസിൻ മിക്സാണ് നമ്മൾ ആ ഹാർട്ട് ഷേപ്പിലുള്ള സിലിക്കൺ മോൾഡിൻ്റെ ബാക്കി ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഒരു ഹാർട്ടിൻ്റെ ഹാഫ് ഭാഗത്തേക്ക് വൈറ്റും ഹാഫ് ഭാഗത്തേക്ക് നമുക്ക് ഗോൾഡനും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സും കൂടെ ഞാനിവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഇതുപോലുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്കത് അത്ര തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വീണ്ടും 24 മണിക്കൂർ കഴിഞ്ഞു. ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എനിക്ക് കുറച്ച് റൈറ്റിങ്സ് ചേർക്കണമെന്ന് തോന്നി. സാധാരണ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ട്രാൻസ്പെറൻറ്റ് പേപ്പറിൽ നമ്മുടെ റൈറ്റിങ്സ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് എടുത്തു. എന്നിട്ട് പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ഞാനിവിടെ എഴുതി കൊടുക്കുകയാണ്. ഇത് മുഴുവൻ എഴുതി ഫിനിഷ് ആയതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു 15 ml റെസിൻ ഹാർഡ്നർ മിക്സ് നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ, അതായത് 2:1 റേഷ്യോയിൽ ഹാർഡ്നർ എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി ഭാഗം നമ്മൾ റെസിൻ ചേർത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ മിശ്രിതം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെൻ്റെ ആദ്യത്തെ റെസിൻ ആർട്ട് വർക്കാണ്. വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ പരിമിതമായിട്ടുള്ള ഒരു രീതിക്ക് ഒരു ബിഗിനർ എന്നുള്ള നിലയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ചില പോരായ്മകളൊക്കെ ഇതിനുണ്ട്. കുറച്ച് പോർഷൻ റെസിൻ മിക്സും കൂടെ ഇവിടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒരല്പം ഗോൾഡൻ സ്പാർക്കിൾസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഇതും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇത് ഈവൻലി നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്കിത് 24 hours സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് സെറ്റായതിന് ശേഷം നമുക്ക് സിലിക്കൺ മോൾഡിൽ നിന്നും ഇത് ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, ആ ഫോട്ടോ പോർഷനിൽ ഞാൻ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കുറച്ച് റെസിനും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ ഹാർട്ട് നമുക്കൊന്ന് ഹാങ് ചെയ്തിട്ടണമെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നൊരു ഹാങ്ങറിൻ്റെ ഒരു പോർഷനാണ്. അത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഷർട്ടൊക്കെ തൂക്കുന്ന ഹാങ്കർ ഇല്ലേ, അത് തന്നെ. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഇരുമ്പ് വളയം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എംസിയിലാണ്. എംസിലിൻ്റെ റെസിനും ഹാർഡറും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് സമയം ഇതിവിടെ നമ്മൾ ഉണങ്ങാനായിട്ട് മാറ്റി വച്ചിരിക്കുകയാണ്. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നല്ല ആയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ സിൽവർ കളർ ടേപ്പാണ്. നമുക്ക് പെയിൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്ത് രീതിക്ക് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കൈ കിട്ടിയ സാധനം വെച്ചിട്ട് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. കുറച്ച് സിൽവർ ഫോയിൽ അല്ലെങ്കിൽ സിൽവർ ടേപ്പ് എന്നൊക്കെ വിളിക്കാം. ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ്. ഞാനിത് മുഴുവനായിട്ടും ഈ സിൽവർ ഫോയിൽ വെച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എൻ്റെ ഈ ഹാർട്ടിൻ്റെ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. മറ്റൊരു കമ്പിയിട്ടാണ് ഞാനിവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു.